ട്രെയിനിൽ മോഷണം നടത്തിയ ആളെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടി. തിരുവനന്തപുരം മുല്ലൂർ സ്വദേശി അനിൽകുമാറിനെയാണ് RPF പിടികൂടിയത്. ലാപ്ടോപ്പും മൊബൈലും അടങ്ങിയ ബാഗാണ് പ്രതി മോഷ്ടിച്ചത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് പിടിയിലായ അനിൽകുമാർ. ഹരി മോഹൻ ചേരുന്നുണ്ട്. ഹരി, ഇയാളെ എങ്ങനെയാണ് പിടികൂടാൻ കഴിഞ്ഞത്? രേഷ്മ, ഇന്ന് രാവിലെ 7:45 കൂടിയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ സാധാരണഗതിയിൽ നടത്താറുള്ള പരിശോധനയായിരുന്നു RPFന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പരിശോധനയ്ക്കിടെയാണ് സംശയം തോന്നിയ ഒരാളെ പോലീസ് RPF പരിശോധിക്കുന്നത്. ആ പരിശോധനയിലാണ് ഇയാളുടെ ബാഗിൽ നിന്നും ലാപ്ടോപ്പ്, മൊബൈൽ, ഒപ്പം തന്നെ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഇയാളുടേതല്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് ഇയാൾ ബാഗ് മോഷ്ടിച്ചതാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. തുടർന്ന് 3 ATM കാർഡുകളും ബാഗിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസിൽ നിന്നും താൻ ബാഗ് ഒരു യാത്രക്കാരിൽ നിന്നും മോഷ്ടിച്ചതാണ് എന്നുള്ളതാണ് പ്രതിയായ അനിൽകുമാർ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. വിഴിഞ്ഞം മുല്ലൂർ സ്വദേശിയാണ് അനിൽകുമാർ. ഇയാളെ കുറിച്ച് കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് ഇയാൾ നിരവധി മോഷണ കേസുകളിലും ഒപ്പം തന്നെ മയക്കുമരുന്ന് കേസുകളിലും പ്രതിയാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടത്. ഇതേ തുടർന്ന് ബാക്കിയുള്ള നടപടികൾക്ക് വേണ്ടി പോലീസിന് കൈമാറുമെന്നുള്ള കാര്യമാണ് RPF അറിയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കേസിൽ ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്കും പോലീസ് കടക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. രേഷ്മ, ട്രെയിനിൽ മോഷണം നടത്തിയ ആളാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വിവരങ്ങളാണ് ഹരി മോഹൻ നൽകിയത്.